തൊഴിലുറപ്പ് പദ്ധതി ചരിത്രത്തിന്റെ ഭാഗമാകുമോ? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും ഒരു പക്ഷേ ഇന്ത്യ കൊളോണിയൽ ഭരണത്തിന് കീഴിൽ തന്നെ കഴിയുമായിരുന്നു. അങ്ങനെ അഹോരാത്രം പാടുപെട്ട് എന്ന് പറയുമ്പോൾ ജയിലിൽ കിടന്നും തല്ലുകൊണ്ടും മറ്റതുപോലുള്ള എല്ലാ തരം ബ്രിട്ടീഷുകാരുടെ ക്രൂര വിനോദങ്ങൾക്കും വിധേയരാകേണ്ടി വന്ന നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെ കൂട്ടത്തിലായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുവും ഒക്കെ. അങ്ങനെയുള്ള സർദാർ വല്ലഭായ് പട്ടേലിന് മാത്രം ഇങ്ങ് മാറ്റിയെടുത്ത് ചേർത്ത് പിടിച്ചു. ബാക്കി നേതാക്കന്മാരൊക്കെ കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാരാണല്ലോ അവരൊക്കെ. അത് മഹാത്മാഗാന്ധി അടക്കമുള്ളവരെ തള്ളിപ്പറഞ്ഞ RSSകാരുടെ ഒരു അജണ്ടയുടെ ഒരു അടുത്ത ഭാഗമാണ് നമ്മളിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കാണാൻ പോകുന്നത്.